ഒരു വിഷയം ലില്ലാഹിക്ക് വേണ്ടിയായാൽ ഇബാദത്താവും. പെണ്ണിട്ടിയത് ആർക്ക് വേണ്ടിയിട്ടാ? പാപ്പാക്ക് വേണ്ടിയിട്ടാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇബാദത്താണ്. പെണ്ണുങ്ങളെ നോക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ്. ഭർത്താവിനെ നോക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ്. മക്കളെ നോക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ്. പെരണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ്. പള്ളി ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇബാദത്താണ്. രാവിലെ നീച്ചേക്കിന് ചൂലെടുത്ത് കണ്ട് മുറ്റടിച്ചു വരുന്നത്, പഠിച്ചോനെ നിന്റെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഈമാൻ കൂട്ടുന്ന ഒരു പണിയാണ് വൃത്തിയാക്കൽ എന്ന്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യണത്. നീയത്ത് ചെയ്താൽ അടിച്ചു വരൽ ഇബാദത്താണ്. മരം വെച്ചുപിടിപ്പിക്കൽ ഇബാദത്താവും. കസാല നേരാക്കൽ ഇബാദത്താവും. സോഫ തട്ടിക്കൊട്ടൽ ഇബാദത്താകും. മാറാല തട്ടൽ ഇബാദത്താവും. പല്ലിയെ കൊല്ലൽ ഇബാദത്താവും. പല്ലിയെ കൊല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നതാണ്. നാളെ കുറച്ച് മുമ്പ് സുന്നികളുടേതല്ലാത്ത ഒരു മലയാളം പ്രസിദ്ധീകരണത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു ചോദ്യം അതിനുള്ള മറുപടിയാണ്. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറയുന്നതായി കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ് ചോദ്യം. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞതായി കേൾക്കുന്നു, ശരിയാണോ? അതിന്റെ മറുപടി എന്താ? നിങ്ങള് പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് അത് നിരക്കാത്തതായി തോന്നുന്നു. എന്താ പറഞ്ഞു? പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിലുണ്ട്. വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം റിസാലത്തിന്റെ ഇൽമാണ്. അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണ് റിസാലത്തിന്റെ ഇൽമ്. എനിക്ക് 2 കൈയുണ്ട് എന്നുള്ളത് ഇപ്പൊ എന്റെ അനുഭവമുള്ളൂ. ഇതിനേക്കാൾ വലിയ ഇൽമാണ് നുബുവത്തിന്റെ ഇൽമ. റിസാലത്തിന്റെ ഇൽമ, നുബുവത്തിന്റെ ഇൽമ പറഞ്ഞാല് അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണ്. അതിനേക്കാൾ പ്രാമാണികമാണ് മുഅ്മിനെ സംബന്ധിച്ച് റിസാലത്തിന്റെ ഇൽമ. ആ റിസാലത്തിന്റെ ഇൽമിൽ എന്തുണ്ട്? പല്ലിയെ കൊല്ലണമെന്നുണ്ട്. ഇനി ഉണ്ട് എന്ന് മാത്രമല്ല, അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് അതിന്റെ പരമ്പര തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത്ര തന്നെ കുഴപ്പമില്ല. ആ ഹദീസിന്റെ ആധികാരികതയിൽ സംശയം ഉണ്ട് എന്നാണെങ്കിലും കുഴപ്പമില്ല. ഹദീസും ക്ലിയറാണ്, അതിന്റെ ആധികാരികതയും ക്ലിയറാണ്. പക്ഷെ ഇവൻ മനസ്സിലാക്കിയ മാനുഷിക മൂല്യത്തോട് അത് എതിരാണെന്ന്. ഖുർആൻ പറഞ്ഞ മാനുഷിക മൂല്യത്തോട് എതിരാവൂല, ഇവൻ മനസ്സിലാക്കിയ മാനുഷിക മൂല്യത്തോട് അത് എതിരാണ്. അതിന്റെ അർത്ഥം എന്താ? ഓന് മാനുഷിക മൂല്യം മനസ്സിലായിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ കുറെ വർത്താനങ്ങൾ പറയും മനുഷ്യന്മാര്. കൂട്ടത്തിൽ ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാ കാര്യവും ഇബാദത്താണ്. ബാത്റൂം കഴുകൽ വരെ മുഅ്മിനെ സംബന്ധിച്ച് ഇബാദത്താണ്. ടോയ്ലറ്റ് വൃത്തിയാക്കൽ വരെ മുഅ്മിനെ സംബന്ധിച്ച് ഇബാദത്താണ്. അപ്പൊ ഈ ഇബാദത്ത് ചെയ്യാൻ കുട്ടികളൊക്കെ ഒരു കരക്കെത്തട്ടെ എന്ന് ആഗ്രഹിക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടികൾ ഇക്കരക്കാണെങ്കിലും ഇബാദത്ത് ചെയ്യാം, കുട്ടികൾ അക്കരക്കാണെങ്കിലും ഇബാദത്ത് ചെയ്യാം. ഇബാദത്തിനൊന്നും പ്രശ്നമല്ല. നമ്മൾ മനസ്സിൽ എന്ത് നിയ്യത്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ്. കുടുംബജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിലെ ഒരു ഇബാദത്താണ്. മൻ തവ്വജ ലില്ലാഹി മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലിക്കി ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ അള്ളാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ അവന് രാജാവിന്റെ കിരീടത്തെ നാളെ സ്വർഗത്തിൽ ധരിപ്പിക്കപ്പെടുന്നതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ കല്യാണങ്ങളുണ്ട്. അതായത് ദുന്യാവിൽ നടന്ന എല്ലാ കല്യാണങ്ങളുടെയും ഒരു ആവർത്തനം സ്വർഗത്തിലുണ്ടാവും. ആദം നബി ഹവ്വാ ബീവിനെ ഒന്നുകൂടി കല്യാണം കഴിക്കും സ്വർഗത്തിൽ നിന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വിവാഹം കഴിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാം സുലൈഹാ ബീവിനെ കല്യാണം കഴിക്കും. നമ്മളെല്ലാവരും നമ്മളെ ഭാര്യമാരെ ഒന്നുകൂടിയും കല്യാണം കഴിക്കും. സ്വർഗത്തിലെ കല്യാണം അത് ഭയങ്കര ആഘോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണമാണ് സ്വർഗത്തിലെ ഏറ്റവും ആഘോഷകരമായ കല്യാണം. ത്വാഹ തങ്ങളുടെ തൃക്കല്യാണം. അള്ളാഹു കാണാൻ ഭാഗ്യം നൽകട്ടെ, കൂടാനും ഭാഗ്യം നൽകട്ടെ. അവിടുന്ന് ഒന്ന് ചോറയിക്കണം ഞമ്മക്ക്. അതാണ് ഒരു ശരിക്കുള്ളൊരു ചോറയി, കല്യാണത്തിന്റെ ചോറയി. നിക്കാഹ് കൊണ്ട്, വിവാഹം കൊണ്ട്, കുടുംബജീവിതം കൊണ്ട് സ്വർഗവും സ്വർഗീയ ജീവിതവും ലക്ഷ്യാക്കണം. കാരണം സ്വർഗത്തിൽ നിന്ന് ആദം വല്ലിപ്പ തുടങ്ങിയതാണ്. ഇന്ന് വരെ നമ്മളെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് ആദം വല്ലിപ്പ സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയതാണോ ഒന്ന് പോയി നോക്കട്ടെ എന്ന് എഴുതി പോയിട്ടുണ്ടോ? അബ്ദുറഹ്മാൻ എന്താ തോന്നാന്ന് എഴുതിയിട്ടല്ലേ പോയത്? അബ്ദുൽ ഗഫൂർ എന്താ വിചാരിക്കുക? അവന്റെ മോത്തുക്ക് നോക്കണ്ടേ എന്ന് കരുതിയിട്ടല്ലേ പോയത്? അള്ളാഹു താലാന്റെ മോത്തുക്ക് എങ്ങനെ നോക്കുക? ആദം നബിന്റെ കല്യാണത്തിന് പങ്കെടുക്കാനുള്ളതല്ലേ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് കരുതിയിട്ട് അസരക്കാരൻ കഴിഞ്ഞിട്ട്
ജമാഅത്തിനൊക്കെ കൂടിയിട്ട് പള്ളിക്കന്നിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു നിക്കാഹ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ഇരിക്കൂല. കാരണം എന്തേ? ഇത് സ്വർഗത്തിലെ ഒരു പണിയാണെന്ന് നമുക്കാർക്കും തോന്നിയിട്ടില്ല. ഇതൊരു തമാശയാണ്, ഒരു രസമാണ്, ഇതിപ്പോൾ അങ്ങനെ തട്ടിമുട്ടി കഴിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനമാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ഇതങ്ങനെ തട്ടിമുട്ടി കഴിഞ്ഞു പോകാനുള്ള ഒന്നല്ല. ഇതിലെ ഓരോ തട്ടിമുട്ടുകൾക്കും അല്ലാഹു തആല സ്വർഗത്തിൽ വലിയ വലിയ ദർജ തരുന്ന കാര്യങ്ങളാണ്. ഓരോ തട്ടിമുട്ടിനുണ്ട്, ഓരോ ഇടങ്ങേറിനുണ്ട്, ഓരോ ബുദ്ധിമുട്ടിനുണ്ട്, ഓരോ സന്തോഷത്തിനുണ്ട്. നബിയെ, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ ഇരുന്ന് കളിച്ചാൽ കൂലിട്ടോന്ന് ചോദിച്ചൊരു സഹാബി. അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ ഭാര്യമാരും ഒരുമിച്ച് കളിച്ചിരിക്കുന്നതിന് കൂലിയുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് ഒരു ഉരുള ചോറ് വെച്ച് കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകുന്നതാണ്. ദണ്ണത്ത് കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ചോറ് വാരി കൊടുത്തൂടെ നമുക്ക്? ദണ്ണത്ത് കിടക്കുമ്പോൾ അല്ലാഹു തആല കൂലി തരുന്ന കാര്യല്ലേ? നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ച് കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകും. വെറുതെ ഇരുന്ന് സമയം കളയാൻ പറ്റുന്ന അപൂർവം സ്ഥലങ്ങളേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഭാര്യനോട് വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് നേരം കളയാം എന്നത്. കൂലിട്ടും. സമയം കളയണേന് കൂലി, എന്റർടൈൻമെന്റിന് കൂലി കിട്ടുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വേറെ ഒരു എന്റർടൈൻമെന്റിനും കൂലി കിട്ടൂല. എന്റർടൈൻമെന്റിന് കൂലി കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് പെണ്ണുങ്ങളെടുത്ത്, ഭാര്യന്റെ അടുത്ത്. ഒഴിവുണ്ടാകുമ്പോ ഒക്കെ വന്നിരിക്കാനുള്ള സ്ഥലമാണ് ഭാര്യന്റെ അടുത്ത്. അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ കുഞ്ഞാമ്മേനോട് ചോദിച്ചു, എന്താ കുഞ്ഞാമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമല്ല, ഒരു പണിയില്ല, അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. ഒരു പണിയില്ലാത്തുമ്പോൾ പോയിരിക്കാനുള്ള സ്ഥലം അങ്ങാടിയല്ല, ഒരു പണിയില്ലാത്തുമ്പോൾ പോയിരിക്കാനുള്ള സ്ഥലം പെരേണ്. അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഓനും ബോധ്യപ്പെടണം, വേറുള്ളവർക്കും ബോധ്യപ്പെടണം. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാമുട്ടി. എന്താ മാമുട്ടി എവിടെ ഇങ്ങനെ നിൽക്കണെന്ന് ചോദിച്ചു. ഒന്നുമല്ല, മീൻകാരനെ കാത്തിക്കുകയാണ് എന്ന് പറഞ്ഞു. കേട്ടോനും കൂടിയും തോന്നണം അത് ശരി തന്നെ, ഇവിടെ ഒരു മീൻ കച്ചവടക്കാരുണ്ട്, ഓൻ ഭയങ്കര സ്പീഡ് പോകും, ഇവിടെ കാത്തുന്നെങ്കിലേ ഇന്ന് മീൻ കൂട്ടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഓൻ നിൽക്കുന്നത് ന്യായാണെന്ന് കേൾക്കണോനും കൂടിയും തോന്നണം. അങ്ങനത്തെ സമയത്ത് മാത്രമാണ് അങ്ങാടിയിൽ നിൽക്കാൻ പറ്റുക. അല്ലാത്ത സമയത്തൊക്കെ മനുഷ്യന് വെറുതെ ഉള്ള സ്ഥലം പെരയാണ്, ഭാര്യന്റെ അടുത്താണ്, അടുക്കളയിലാണ്, ഓള് ഭക്ഷണം ഉണ്ടാക്കുന്നിടത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഫീ മിഹ്നതി അഹ്ലിഹി ഹത്താ ഇദാ ഹദറത്തിസ് സ്വലാത്തു യഖ്റുജു ഇലസ്സലാ. നിസ്കരിക്കാൻ സമയമായാൽ നബിതങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകും. നിസ്കാരം കഴിഞ്ഞ് നബിതങ്ങൾ വീട്ടിൽ വന്നാലേ കാനഫി മിഹിനത്തി അഹ്ലിഹി, തൻ്റെ വീട്ടുകാരെ സഹായിക്കലായിരുന്നു പതിവ്. ചായ ഉണ്ടാക്കും, കഞ്ഞിണ്ടാക്കും, ചോറുണ്ടാക്കും. ആലങ്കാരിക പ്രയോഗമാണ്. അന്ന് ചായ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കരുതേ. അന്നിപ്പോ കട്ടൻ ചായ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കൊന്നും വേണ്ട, അതൊരു ആലങ്കാരിക. അന്ന് പെരയിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടലായിരുന്നു പതിവ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ പള്ളിയിൽ പോകും. ആയിഷ ബീവി പറയാണ്, രാവിലെ പള്ളിയിൽ പോകും. പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നബി തങ്ങൾ മടങ്ങി വരും. മടങ്ങി വന്നാൽ പാലും പാത്രം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പാല് കറക്കാൻ വേണ്ടി പോകും. പാലും പാത്രം എടുത്തുകൊണ്ട് പാല് ഇറക്കാൻ പോകുമ്പോൾ അമ്മക്കിന് തോന്നും നബി തങ്ങൾ പാല് ഇറക്കാൻ പോകുമ്പോ ആയിഷ ബീവി ചായക്ക് വെള്ളം വെച്ച് കേൾക്കാരെന്ന്. അല്ല, ചായാച്ചന പരിപാടിയൊന്നും ഒന്നില്ല, വെറുതെ ഇരിക്കുക തന്നെയാണ്. വെറുതെ എങ്ങനെ ഇരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് പാല് ഇറന്നിട്ട് കൊണ്ടുവരും. എന്നിട്ട് ആ പാൽപാത്രം നീട്ടി ആയിഷ ബീവിക്ക് കൊടുത്തിട്ട് പറയും, ഇശ്റബിയ ആയിഷ, ആയിഷ കുടിക്കുന്ന് പറയും. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കുടിക്കും. കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കുടിച്ചുകാണ്ട് പാത്രം പിന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. രണ്ടാമതും നബി തങ്ങൾ ആയിഷ ബീവിക്ക് തന്നെ പാത്രം കൊടുത്തിട്ട് പറയും, ആയിഷ ഇശ്റബി, കുടിക്ക ആയിഷ ഒന്നും കൂടി. മൂന്നാമതും കുടിപ്പിക്കും. ഞാനിങ്ങനെ കുടിക്കുന്നത് എന്റെ ചുണ്ടിലേക്ക് നബി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നമ്മളെ പെണ്ണുങ്ങളെ മുഖത്തേക്കൊന്ന് അറിഞ്ഞു നോക്കിയിട്ട് ദിവസത്തിലായി. ആ പെണ്ണെട്ടി കൊടുന്ന അന്നത്തെ നോക്കിയതേ കാരം, ആ ഒന്നാമത്തെ സൽക്കാരം കഴിയുന്നത് വരെ പിന്നെ നോക്കിയിട്ടില്ല. മരിച്ചോളം മുഖത്തോട് മുഖം നോക്കി സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ ഇരുന്ന് വർത്താനം പറയണം. മരിക്കോളം ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കണം.
മരിക്കോളം ഒരു കട്ടിലുമ കിടക്കണം, ഒരു വിരിപ്പുകൊണ്ട് വിരിക്കണം, ഒരു പുതപ്പുകൊണ്ട് പുതക്കണം. പറ്റുമെങ്കിൽ ഇതിന്റെ ബാക്കി സ്വർഗത്തിലുണ്ടാവും. നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ ഇതിപ്പോ ഇവിടുന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടിയാണ് പോയാൽ മതി എന്നാണ്. അല്ലേ, ഇത് ഇവിടേക്കുള്ള പരിപാടി തന്നെ അല്ല, ഇത് സ്വർഗത്തേക്കാണ്. സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട് ഇത് സ്വർഗത്തേക്കുള്ളതാണ്. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഭാര്യമാരും, ഫീ ദിലാലിൻ, മരത്തിന്റെ താഴ്ഭാഗത്ത്, അലൽ അറായിക്ക്, മണിയറയിലെ കട്ടിലിന്മേൽ, മുത്തഖിയൂന, ചാരിക്കിടക്കുകയായിരിക്കും. ലഹും, അവർക്കുണ്ടായിരിക്കും, ഫീഹാദിൽ ഫാക്കിഹത്തുൻ, പഴങ്ങള്, വലഹും മായദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും എന്നാണ് സൂറത്ത് യാസീൻ പറഞ്ഞത്. അതുകൊണ്ട് കുടുംബജീവിതം, ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയണത് സ്വർഗത്തിലേക്കുള്ള അമലാണ് എന്ന നിലയിൽ കാണാൻ നമുക്ക് പറ്റണം. അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും അവിടുത്തെ ദർജ കൂടാനാണ്. സ്വർഗത്തിലെല്ലാവരും അവരുടെ ഭാര്യമാരോടൊരുമിച്ച് മാത്രമാണ് യാത്ര. എല്ലാവരും എപ്പോ യാത്ര ചെയ്യാണെങ്കിലും സ്വർഗത്തിൽ ഏറ്റവും ദർജ കുറഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാല് 1,00,000 ഹാദിമീങ്ങൾ അവനെ അനുഗമിക്കാനുണ്ടാകുമെന്നാണ്. 1,00,000 ആൾക്കാർ ഹാദിമീങ്ങൾ പിന്നാലെ ഉണ്ടാവും. എല്ലാവരും സ്വർഗത്തിൽ യാത്ര ചെയ്യുന്നത് അവരുടെ അറായിക്ക് എന്ന കട്ടിലിന്മേൽ ആയിരിക്കും. അറായിക്ക് എന്ന് പറഞ്ഞ കട്ടില് അരീക്കത്ത് എന്നതിന്റെ ബഹുവചനമാണ്. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയത്തെ കട്ടിലിന്റെ പേരാണ്. എല്ലാവരും മണിയറയിലെ കട്ടിലിലാണ് കാറ്റിനെ മാധ്യമമാക്കി സ്വർഗത്തിൽ യാത്ര ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യന്റെ കൂടെ അല്ലാതെ, ഭർത്താവിന്റെ കൂടെ അല്ലാത്ത യാത്രയെ സ്വർഗത്തിലില്ല. മക്കളൊക്കെ വേറെ ഇക്കാരം, ഓല പെണ്ണുങ്ങളൊപ്പം ഇക്കാരം, അല്ലെങ്കിൽ ഓല പുതിയാപ്പൻ്റെ ഒപ്പം ഇക്കാരം. ആവശ്യമാണെങ്കിൽ കാണാന്ന് മാത്രം, എല്ലാവർക്കും എല്ലാവരെയും എപ്പോഴും കാണാം. പക്ഷേ സ്വർഗ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമായിട്ടാണ്, ഇണയായിട്ടാണ്. എല്ലാവരും ഇണ. അംഫുസക്കും വഅഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ ഇണയുടെയും ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാവേണ്ടത് ഭർത്താവ് നിസ്കരിച്ചാത്തയിലാണ്, ഭാര്യ നിസ്കരിച്ചാത്തയിലാണ്. ഭർത്താവ് നോൽമ്പൊൽക്കാത്തയിലാണ്, ഭാര്യ നോൽമ്പൊൽക്കാത്തയിലാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത്, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവേണ്ടത് ഭാര്യ ഖുർആൻ ഓതുന്നത് കാണുമ്പോഴാണ്, ഭർത്താവ് ഖുർആൻ ഓതുമ്പോൾ കാണുമ്പോഴാണ്, ഭാര്യ നോമ്പ് വെക്കുന്നത് കാണുമ്പോഴാണ്, ഭർത്താവ് സ്വതക്ക കൊടുക്കുന്നത് കാണുമ്പോഴാണ്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത്. സ്വർഗീയമായ അമല് ഭർത്താവും ഭാര്യയും ചെയ്യുമ്പോൾ സന്തോഷിക്കണം. സ്വർഗീയമല്ലാത്ത നരകത്തിലേക്ക് പോകേണ്ട അമല് ഭാര്യയും ഭർത്താവും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മദ്രസ ക്ലാസ്സിൽ കുട്ടികളെ പിന്നെ വാപ്പാര് നിസ്കരിച്ചാത്ത എത്ര ആളുണ്ടോ ഒന്ന് കയ്യൊന്നിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ 30-ൽ താഴെ കുട്ടികളുള്ള ക്ലാസ്സിലെ പകുതിയിൽ അധികം എന്ന് പറയാം, അത്രയും കുട്ടികൾ കയ്യൊന്നിച്ചു. വളരെ അത്ഭുതം തോന്നി. നിസ്കരിച്ചാത്ത മനുഷ്യന്മാർ ഇന്നത്തെ കാലത്തുണ്ട് എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയണില്ല. കാരണം പള്ളിക്കത്തെ ഹൗദിൽ വെള്ളമടിച്ചിട്ട് തികയണില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് വിചാരിച്ചത്. റമദാൻ മാസമൊക്കെ ഉണ്ടായാൽ പിന്നെ എത്ര മോട്ടർ നിൽക്കാതെ അടിച്ചാലും അങ്ങാടിത്തൊന്നും ഹൗദിൽ വെള്ളം തികയണന്നല്ല. അപ്പൊ ആൾക്കാരെ ഭയങ്കര നിസ്കാരക്കാരാണെന്നാണ് വിചാരിച്ചത്. പകുതിയിലധികം കുട്ടികളും പാപ്പാര് നിസ്കരിച്ചത് കണ്ടിട്ടില്ല. അത്രേ ഇമ്മാര് നിസ്കരിച്ചാത്തവർ പിന്നെ കുറച്ച് അപൂർവേ ഉണ്ടായതുള്ളൂ. പക്ഷേ വല്ലിപ്പ നിസ്കരിച്ചാത്തവരുണ്ട്. സാധാരണ മനുഷ്യന്മാർക്ക് കുജിക്ക് കാല് നീട്ടുമ്പോഴെങ്കിലും ഒന്ന് നിസ്കരിച്ചണമെന്ന് തോന്നുമല്ലോ. അതും ഇല്ലാത്ത മനുഷ്യന്മാര് മലപ്പുറം ജില്ലയിലെ നമ്മളെ മൂക്കിന്റെ ചോട്ടിലുണ്ട്. ഏത് സ്വർഗത്തേക്ക് പോവാനായി ഇവര് ഒരുങ്ങണെന്നാവോ പഠിച്ചോനറിയാം. ഏതായാലും മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് നിസ്കാരാണല്ലോ. അപ്പോ ഒരു ഭർത്താവിന് സന്തോഷം ഉണ്ടാവേണ്ടത് ഭാര്യ നിസ്കരിച്ച് നോൽമ്പ് ഒറ്റ ഹജ്ജ് ചെയ്ത് സക്കാത്ത് കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അടുക്കൽ ഒരു കൗൺസിലിംഗ് വന്നിരുന്നു. അപ്പോൾ കൗൺസിലിംഗ് വന്നപ്പോൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഭാര്യയും ഭർത്താവുമാണ്. ഭർത്താവ് ഗൾഫിൽ ജോലിയാണ്, നല്ല പൈസ ഉണ്ട്. ആകെ മൂപ്പർക്കുള്ള പരാതി ഇവളൊന്ന് നിസ്കരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ കേട്ടോ. 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ എന്നുള്ളത് പ്രശ്നമല്ല. പ്രശ്നം എവിടെയാണെന്ന് അറിയാം. 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ സാഹചര്യം എന്താന്ന് കിട്ടും. നമ്മളാരും നമ്മളെ കുട്ടീനെ 3ാം ക്ലാസ് വരെ പറഞ്ഞയച്ചിങ്ങാണ്ട് നിർത്തും തോന്നണില്ലല്ലോ. അപ്പൊ ആ വീട്ടിലെ സാഹചര്യം എന്താന്ന് അതിന് കിട്ടും. എം കോം കഴിഞ്ഞിട്ടുണ്ട്, 3ാം ക്ലാസ്സേ മദ്രസ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സാഹചര്യം എന്താന്ന് കിട്ടും.
സാഹചര്യമാണ് നിസ്കരിപ്പിക്കുന്നത്. വാപ്പ നിസ്കരിച്ചാലാണ് മകൾ നിസ്കരിക്കാനുള്ള വയ്യ്. ഇമ്മ നോൽമ്പ് നോൽക്കലാണ് കുട്ടികൾ നോൽമ്പ് നോൽക്കാനുള്ള വയ്യ്. ഉമ്മ വാപ്പാനോട് പെരുമാറണത് കാണലാണ് മോള് ഭർത്താവിനോട് പെരുമാറൽ നേരാവാനുള്ള വയ്യ്. കാണലാണ് ഏറ്റവും പ്രധാനം. കുട്ടികൾ പഠിക്കുകയല്ല ചെയ്യുന്നത്, കുട്ടികൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കുടുംബജീവിതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനാണ്. സ്വർഗത്തിലെല്ലാവരും കൂട്ടാണ്, നരകത്തിലെല്ലാവരും കൂട്ടമാണ്. സ്വർഗത്തിൽ ബന്ധുക്കളോടൊപ്പമായിരിക്കണം. ഫഅമ്മാമന്നൂതിയ കിതാബഹു ബിയമീനിഹി, ആരുടെയെങ്കിലും ഏടുകൾ വലതു കൈയിൽ നൽകപ്പെട്ടാൽ, നാളെ മഹ്ശറയിൽ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ ഒരുമിച്ച് ഓടിക്കുന്ന സ്ഥലത്ത് വലതു കൈയിൽ കിതാബ് കിട്ടിയാൽ, ഫഅമ്മാമന്നൂതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഒരു ചെറിയ വിചാരണ അവൻ നേരിടേണ്ടി വരും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടെ എത്തിച്ചേരുന്നതാണ്. സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവുമാണ്, ഇല്ലെങ്കിൽ നരകത്തിലെ ഭാര്യയും ഭർത്താവും ആവേണ്ടി വരും. അതുകൊണ്ട് ഇത് സ്വർഗീയമായ ഒരു അമലാണ് കുടുംബജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുൻകഴിഞ്ഞ മഹത്തുക്കളായ ആളുകളെ ജീവിതത്തിൽ മാധ്യമമാക്കി മുന്നോട്ട് പോവുക, അവരെ അനുകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അത്രേ വേണ്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ റബ്ബേ, പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ തമ്പുരാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തെ നീ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് നയിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആരുടെ പേരിലാണോ ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത് അവരുടെ ഖബർ ജീവിതം സന്തോഷമാക്കണം തമ്പുരാനെ. സ്വർഗത്തിൽ അവരുടെ ദർജ നീ ഉയർത്തണം തമ്പുരാനെ. അവരുടെ മദദ് ഫൈളാനി കൊണ്ട് ഞങ്ങളുടെ ഈ സദസ്സിനെ നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ജൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബാദിഹി തഫറഖൻ മാസൂമാ വലാ തജൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. ആമീൻ 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 ബിറഹ്മതിക.